അത് വേണം, ബാക്കിയുള്ള അത് വെച്ച് ബാക്കിയല്ല. അത് ഇത്ര മതി. എടാ റിമോട്ട് എടുത്ത് നോണക്കാടാ. റിമോട്ട് എടാ ഇപ്പൊ നടത്തി എന്താ അറിയാം, അവർക്ക് നേരത്തെ പോകണം. അവരെന്നോടത് പറഞ്ഞില്ലായിരുന്നു. ഇന്ന് വന്നിട്ടാണ് അവർ പറഞ്ഞത് 3 മണിക്കാണ് അവർക്ക് ട്രെയിൻ എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് രാവിലെ പറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ വെച്ചേ നിങ്ങളുടെ ക്ലാസ്സിനിടയ്ക്ക്. കുഴപ്പമില്ലല്ലോ, നീ വീട്ടിൽ പോന്നോ? അപ്പൊ നീ ആ വീഡിയോ കണ്ടാ മതിയെങ്കിൽ ബാക്കി പറയുന്നേ. അതന്നെ അത് ചൂടായതിന്റെ. ഇന്നലെ പറഞ്ഞ മനസ്സിലായിരുന്നോ? സൈനപ്പ് ലോഗിനും ചെയ്തോ? അത് ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഓക്കെ, ചെയ്ത് നോക്കിയായിരുന്നു നിങ്ങള്? അതോ പിന്നെ ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണോ? അപ്പൊ നമുക്ക് ഇനി ഇത് ഫ്രണ്ട് എൻഡ് ചെയ്താലോ? ഫ്രണ്ട് എൻഡിൽ എങ്ങനെ ലോഗിൻ ചെയ്യും, എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ബുക്ക് സെല്ലിംഗ് ആപ്പിന്റെ ഫ്രണ്ട് എൻഡ് ചെയ്തായിരുന്നോ? ആഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്? ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു യു ഐ ക്രിയേറ്റ് ചെയ്തു. സൈനപ്പ് ലോഗിൻ. അപ്പം ആ ഫോർഗോട്ട് പാസ്വേഡ് ഇല്ലേ, അത് ഞാൻ ചൊവ്വാഴ്ച എടുക്കാം. ഓക്കെ ആണല്ലോ, അത് ഓൺലൈൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആണ്, അത് പെട്ടെന്ന് ചെയ്യാനുള്ളൂ. ഇന്ന് നമുക്ക് ആ ഒരു കുറച്ച് പാടുള്ള വെച്ചാൽ ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള. അപ്പൊ ഇതുകൊണ്ട് മനസ്സിലായ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇപ്പൊ ഈ കാണിച്ച പോലെ സൈനപ്പ് ലോഗിൻ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാലോ, ഗെറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് NPM ആയി. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൾട്ടിപ്പിൾ പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പോകാം. അപ്പം നമ്മുടെ ആപ്ലിക്കേഷനകത്തേക്ക് ഒരു യൂസറിന് ആദ്യം സൈനപ്പ് ചെയ്യാം, പിന്നെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഹോം പേജിലേക്ക് വരാം. എന്നിട്ട് അവിടെ ബുക്സ് ലിസ്റ്റ് ചെയ്ത് കാണാം. ഓക്കെ, പിന്നെ ആഡ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ഏതൊക്കെ പാക്കേജുകൾ വേണം? ഒന്നാമത് റിയാക്ട് റൗട്ട് ഡോം വേണം. കോസ്റ്റ് ബാക്ക് എൻഡ് മതി. ആക്സിയോസ് വേണം. ഓക്കെ, അപ്പം തൽക്കാലം റിയാക്ട് റൗട്ട് ഡോം ആക്സിയോസ് രണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഇനി ആ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരാം, ബ്രൗസർ റൗട്ടർ ഇമ്പോർട്ട് ചെയ്യാം. ഈ ആപ്പ് ഇതിനുണ്ടാവും. ഓക്കെ, അപ്പൊ ബ്രൗസർ റൗട്ടർ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എന്താ, ഇവിടെ വരിക, റൗട്ട്സും റൗട്ട്. ഓക്കെ, അതും കൊടുത്തു. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് പേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ആവശ്യമാർ ആഡ് ചെയ്യുന്നില്ല, റൗട്ട്സ്
ഓപ്പൺ ചെയ്തു. ഇനി ഇതിനകത്ത് എന്താ കൊടുക്കുക? റൗട്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി പേജ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? SRC വന്നിട്ട് പുതിയ ഫോൾഡർ, അവിടെ പേജസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ലോഗിൻ പേജ്. അതുപോലെ ഹോം പേജ്, index.jsx, login.css, ഇവിടെ index.jsx, home.css, import /. രണ്ട് പേജും ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതിനുവേണ്ടി ചുമ്മാ ഹോം ലോഗിൻ. path equal to /login, element equal to login. / element equal to home. ഹോം പേജ് ഉണ്ട്, ലോഗിൻ പേജ് ഉണ്ട്. ഇപ്പം നമുക്ക് ഹോം പേജിലും ലോഗിൻ പേജിലും കയറാൻ പറ്റും. നമ്മുടെ ആവശ്യം വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇതിനെ മാറ്റും. ലോഗിൻ ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റാവുള്ളൂ? ഹോം പേജിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇൻ കേസ് അയാൾ ഹോം പേജിലേക്ക് കയറാൻ ശ്രമിച്ചാൽ എന്ത് പറ്റും? റീഡയറക്റ്റ് ആയി ലോഗിൻ പേജിലേക്ക് വരും. ഇതാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലോഗിൻ. ഇപ്പൊ നിങ്ങൾക്ക് സൈനപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത് സൈനപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? നിങ്ങൾ ഇൻപുട്ട് ഫോംസ് കൊടുക്കുക. അപ്പൊ അത് ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ നേരെ ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്താൽ മതി ഒരു യൂസറിനെ. നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് എടുത്ത് എങ്ങനെ സേവ് ചെയ്ത് വെക്കും എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ലോഗിൻ പേജിലേക്ക് വരുന്നു. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്കിവിടെ ഇൻപുട്ട് ടാഗ് വേണം. ഇൻപുട്ട് ടൈപ്പ്, അതുപോലെ ബട്ടൺ വേണം. ഇമെയിൽ, പാസ്വേഡ്, ബട്ടൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സെയിൽ ചെയ്യാം.
എന്ത് പറയല്ലോ, സ്റ്റൈൽ ഞാൻ ചെയ്യുന്നില്ല, സ്റ്റൈലിൽ നമുക്ക് സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ ഇമെയിൽ, പാസ്വേഡ്, ലോഗിൻ. ഓക്കെ, അപ്പം നമ്മുടെ ആവശ്യത്തിലേ ഉള്ളൂ. നമ്മളിവിടെ ഇമെയിൽ അടിക്കുന്നു, പാസ്വേഡ് അടിക്കുന്നു, ലോഗിൻ അടിക്കുന്നു. ലോഗിൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ലോഗിൻ ആയിട്ട് ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ലോഗിൻ ആയിട്ട് എങ്ങോട്ട് പോകണം? ലോഗിൻ പേജിലേക്ക് പോകണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പേജിലേക്ക് വരാം. ഓക്കെ, ആദ്യം എന്താ ചെയ്യണ്ടേ? ഈ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? സേവ് ചെയ്ത് വെക്കണം, ഇല്ലേ? അപ്പോൾ ഇമെയിലും പാസ്വേഡാണ് ഉള്ളത്. ഓക്കെ, അപ്പം അതെങ്ങനെ സേവ് ചെയ്യാം? സ്റ്റേറ്റ് വേണം, അല്ലേ? അപ്പം അതിനായിട്ട് നമ്മളിവിടെ വരുന്നു, ഇമ്പോർട്ട് യൂസ് സ്റ്റേറ്റ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുക? ഇവിടെ വന്നിട്ട് കോൺസ്റ്റ് നമ്മളിവിടെ വന്നിട്ട് എഴുതുന്നു എന്താ നമ്മുടെ ലോഗിൻ കോമ സെറ്റ് ലോഗിൻ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഓഫ് എന്താ കൊടുക്കും? ഇമെയിൽ, പാസ്വേഡ്. ഇനി ഈ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഇവിടേക്ക് വരാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഓൺ ചേഞ്ച് എഴുതാം, അല്ലേ? ഓൺ ചേഞ്ച് ഇത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇവന്റും നമ്മൾ വാങ്ങിക്കും, കീയും നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ വേണ്ട എന്ത് ചെയ്യും? സെറ്റ് ലോഗിൻ ഓഫ് എന്താ കൊടുക്കുക? ഡോട്ട് 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 ലോഗിൻ കോമ കീ ഈ ഡോട്ട് ഡോട്ട് വാല്യൂ. അപ്പൊ നമ്മളവിടെ എന്ത് കീ ആണ് സെൻഡ് ചെയ്യുന്നത്? ഇപ്പൊ ഇമെയിൽ ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇമെയിൽ എന്ന് പറഞ്ഞ ഫീൽഡിൽ എന്ത് ചെയ്യും? വാല്യൂ കയറും. പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് എന്ന് പറഞ്ഞ കീയിൽ കയറും. ഇതൊക്കെ ആണ് നിങ്ങൾക്ക്, നമ്മൾ കുറെ ചെയ്തിട്ടുള്ളതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് ടാഗ് വന്നിട്ട് ഓൺ ചേഞ്ച് കൊടുക്കുന്നു. ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കും? ഓൺ ചേഞ്ച്. ഇവിടെയാണ് ഇവന്റ് കിട്ടുക. ഓൺ ചേഞ്ചിലേക്ക് പാസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇവന്റ് കിട്ടുക. നമ്മൾ ഇവിടുന്ന് ഈ ഇവന്റും പാസ് ചെയ്യും, അതുപോലെ കീ ആയിട്ട് എന്ത് പാസ് ചെയ്യും? ഇമെയിൽ. അതുപോലെ ഇവിടെയും നമ്മൾ ചെയ്യും. ഇവിടെ നമ്മൾ കീ ആയിട്ട് എന്ത് പാസ് ചെയ്യും? പാസ്വേഡ്. ഇത് വർക്ക് ആവുന്നുണ്ടോ അറിയാം വേണ്ടി അവിടെ കൺസോൾ കൊടുക്കുന്നു. കൺസോൾ ഡോട്ട് ലോഗ് ലോഗിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇമെയിൽ കയറി, പാസ്വേഡും കയറി. ഓക്കെ, അപ്പൊ അത് കിട്ടുന്നുണ്ട്. നമ്മുടെ ആവശ്യം ഇനി ആ ലോഗിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് സംഭവിക്കണം? ലോഗിൻ ആവണം. ഓക്കെ, അപ്പം നമ്മൾ ആ ഓൺ ക്ലിക്ക് ഇവിടെ കൊടുത്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കേണ്ടത്? നമുക്ക് ആ പേജിലേക്ക് എന്ത് ചെയ്യണം? ലോഗിൻ റിക്വസ്റ്റ് വേണം. ഇങ്ങോട്ട് നമ്മുടെ ബാക്ക് എൻഡിലേക്ക്, ഇല്ലേ? നമ്മുടെ ബാക്ക് എൻഡിലേക്ക് നമുക്ക് ലോഗിൻ റിക്വസ്റ്റ് അയക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? നമ്മൾ ആദ്യമേ ആക്സസ് എടുക്കാം. നമ്മൾ ആക്സസ് കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞായിരുന്നോ? ആക്സസ് കസ്റ്റമൈസ് ചെയ്യുന്നതിന് പറഞ്ഞായിരുന്നോ? മറ്റേ ആക്സസിന് വേണ്ടി ഒരു ഫയൽ എഴുതിയിട്ട്. ഓക്കെ, ഇപ്പൊ നോക്കിക്കോ. നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക? ഇവിടെ വരുന്നു, നമ്മൾ ആദ്യം ആക്സസ് ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആക്സസ് ഫ്രം എവിടെ? ആക്സസ്. ഇവിടെ വരുന്നു. അപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു API കോൾ ആണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഡാറ്റ പോസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് അസിൻക്രണസ് ആയിരിക്കും, അല്ലേ? എന്നിട്ട് കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു അവൈറ്റ് എന്താ? ആക്സിയോസ് ഡോട്ട് പോസ്റ്റ്. നമ്മൾ എന്ത് കൊടുക്കണം? URL HTTP :// localhost 3000 /API/login. ഇതല്ലായിരുന്നോ? ഓക്കെ, അതുപോലെ കോമ എന്ത് കൊടുക്കണം? ലോഗിൻ. അതാണല്ലോ സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്യുന്നു? കൺസോൾ ഡോട്ട് ലോഗ് റെസ്പോൺസ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്പോൺസ് കൺസോൾ ആവും. ഓക്കെ, ചെയ്ത് നോക്കാം. ഓക്കെ, എറർ കണക്ഷൻ റിഫ്യൂസ്ഡ്, ബാക്ക് എൻഡ് റൺ ചെയ്തിട്ടില്ല. അതാണ് ആ സംഭവം. നെറ്റ്വർക്ക് എറർ എന്ന് പറഞ്ഞ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? npm run. ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാം. 404 നോട്ട് ഫൗണ്ട്. അപ്പൊ നമ്മുടെ URL എന്തോ പ്രശ്നമുണ്ട്. API/user/ ആണല്ലേ?
user/login. ഓക്കെ, സെൻഡിരിക്കുന്നു. ലോഗിൻ ആയി, മീൻസ് നമുക്ക് ആ ഡാറ്റ സെൻഡ് ആയി. യു ഹാവ് സക്സസ്ഫുള്ളി ലോഗിൻ എന്ന്, യു ഹാവ് ലോഗിൻ ഇൻ സക്സസ്ഫുള്ളി എന്ന് നമുക്ക് റെസ്പോൺസും കിട്ടി. ഓക്കെ ആണല്ലോ, ടോക്കണും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ അയക്കുക. നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഒരുപാട് ആക്സസ് ഗെറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, ഇല്ലേ? അതെല്ലാം വേണമെങ്കിൽ അവിടെ എല്ലാം പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? HTTP ലോക്കൽ ഹോസ്റ്റ് 3000/API/book ആണ് ബുക്ക്, യൂസർ ആണ് യൂസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതാണ് നമ്മുടെ ബേസ് URL. ഇതെല്ലാത്തിനും കൂടെ കാണും. നമ്മൾ എവിടെ അയച്ചാലും HTTP ലോക്കൽ ഹോസ്റ്റ് 3000/API/book/author/യൂസർ ഇങ്ങനെയാണ് അയക്കുക. ഗെറ്റ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും ഒക്കെ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആക്സസിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ SRCക്കകത്ത് തന്നെ നമ്മളിങ്ങനെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി യൂട്ടിൽസ് എന്ന് പറഞ്ഞ ഫോൾഡർ വരുന്നു. യൂട്ടിലിറ്റീസ് ഉള്ളതാണ് യൂട്ടിൽസ്. എന്നിട്ട് അതിനകത്ത് ഞാനൊരു ഫയൽ എഴുതുന്നു, axios.js. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, HTML എഴുതുന്നില്ല, അതുകൊണ്ട് JS ഫയൽ ആക്കിയതിനെ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആക്സസ് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് axios. എന്നിട്ട് നോക്കിക്കോ, ഞാനുണ്ട് const instance equal to ചുമ്മാ ഒരു വേരിയബിൾ എടുത്തു, axios.create എന്നാണ് തോന്നിയെന്ന് നോക്കട്ടെ. axios npm. ആക്സിസിനെ കസ്റ്റമൈസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഭാഷ അതിനകത്ത് ഉണ്ടാവും. ക്രിയേറ്റ് തന്നെയാണ്. ഓക്കെ, axios.create എന്ന് കൊടുത്തു. എന്നിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓപ്ഷൻസ് പാസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് ബേസ് URL ടൈം ഔട്ട് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം. ഒന്നാമത്താണ് ബേസ് URL. ബേസ് URL എന്ന് വെച്ചാൽ നമ്മൾ ഈ റിക്വസ്റ്റ് അയക്കാൻ പോകുന്ന ഒരു URL ആണല്ലോ, അതിന്റെ ഒരു ബേസിക് URL ഉണ്ടാവും. ഇപ്പൊ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന URL നമ്മൾ നേരത്തെ കണ്ട പോലെ, നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇപ്പം ലോക്കൽ ഹോസ്റ്റ് API വരെ അല്ലേ, അത് ഞാൻ എന്ത് ചെയ്യുന്നു, ബേസ് URL ആയിട്ട് ഇതിലങ്ങ് സെറ്റ് ചെയ്യുന്നു. ഇത്രയാണ് അതിന്റെ ബേസ് URL. അടുത്താണ് ടൈം ഔട്ട്. ടൈം ഔട്ട് എന്താ വെച്ചാൽ നമ്മൾ ഇൻ കേസ് ഒരു റിക്വസ്റ്റ് അയച്ചു, ഓക്കെ, റെസ്പോൺസ് വരുന്നില്ലെന്ന് വെച്ചോ, റിക്വസ്റ്റ് അയച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്, റെസ്പോൺസ് അവിടെ നയിക്കുന്നില്ലെന്ന് വെച്ചോ, അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ മാനുവലി ക്വിറ്റ് ചെയ്യുന്നിടം വരെ ഇതിങ്ങനെ, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യുന്നിടം വരെ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും റിക്വസ്റ്റ് അയച്ചിട്ട്. ഓക്കെ, ഈ ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഒരു റിക്വസ്റ്റ് അയച്ചതിന് ശേഷം ഇത്ര നേരം വെയിറ്റ് ചെയ്യാം, അതിനുശേഷം റിക്വസ്റ്റ് വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക, ആ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അതിനുള്ള ഓപ്ഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഉണ്ട് 5000 എന്ന് കൊടുത്താൽ 5 സെക്കൻഡ്, മില്ലി സെക്കൻഡിലാണ് എഴുതുക. 5000 എന്ന് കൊടുത്താൽ 5 സെക്കൻഡ് എന്ത് ചെയ്യും, റിക്വസ്റ്റ് അയച്ചിട്ട് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. 5 സെക്കൻഡ് കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ക്വിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഒരു ഓപ്ഷൻ ഉണ്ട് ഹെഡേഴ്സ്, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇത് രണ്ടും സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ എക്സ്പോർട്ട് ഡീഫോൾട്ട് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനെ എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആക്സസ് ഉപയോഗിക്കുമ്പോൾ ഇമ്പോർട്ട് ആക്സിയോസ് ഫ്രം ആക്സിയോസ് അല്ല, പകരം ആക്സിയോസ് ഫ്രം എവിടുന്ന, നമ്മുടെ ഈ യൂട്ടിൽസിനകത്തുള്ള ആക്സിയോസ് വേണം ഇമ്പോർട്ട് ചെയ്യാൻ. അപ്പൊ അവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടാണ്, ഡിഫോൾട്ട് എക്സ്പോർട്ട് ആയതുകൊണ്ട് ഇഷ്ടമുള്ള പേര് കൊടുക്കുക ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ആക്സിയോസ് ഫ്രം ആക്സിയോസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത്. ആക്സിയോസ് ഫ്രം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ആക്സിയോസ്. എന്നിട്ട് ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ എല്ലാം അടിക്കേണ്ട ആവശ്യമില്ല, എവിടെ നിന്നിട്ട് മതി, ബാക്കിയുള്ളത് മതി, /user/login. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി എല്ലായിടത്തും പോയിട്ട് എന്ത് ചെയ്യാം, ബേസ് URL ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ഭാഗം മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ വന്നിട്ട് ഒന്നുകൂടെ സെൻഡ് അടിക്കാം, കറക്റ്റ് സെയിം റെസ്പോൺസ് തന്നെ കിട്ടി. ഓക്കെ, ഇതൊക്കെയാണല്ലോ. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് അയച്ചു, റെസ്പോൺസ് കിട്ടി. ഓക്കെ, ഇൻ കേസ് ഞാൻ URL തെറ്റിച്ചാണ് അടിച്ചെങ്കിലോ എറർ അടിക്കും, ബാഡ് റിക്വസ്റ്റ് എറർ അടിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്താൽ നമ്മൾ എന്താ പഠിച്ചേ, ടോസ്റ്റിഫൈ ഓർമ്മയില്ലേ? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ npm i react ടോസ്റ്റിഫൈ യൂസ് ചെയ്യാം, react ടോസ്റ്റിഫൈ. ഇപ്പൊ നേരത്തേക്ക് നമുക്ക് ആ CSS ആഡ് ചെയ്യണമായിരുന്നു, ഇല്ല, ഇപ്പൊ അത് ഒരു മാറ്റി, നീ വെറുതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി.
ഇൻസ്റ്റാൾ ചെയ്യുക, ഈ 2 സാധനം ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു, ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ട്രൈ ക്യാച്ച് എഴുതുന്നു. ട്രൈ ക്യാച്ച്. ഇൻ കേസ് റെസ്പോൺസ് വരുന്നതിനിടയ്ക്ക് എന്തെങ്കിലും എറർ അടിച്ചാൽ നമ്മൾ ടോസ്റ്റിഫൈ വെച്ചിറങ്ങി ഹാൻഡിൽ ചെയ്യും. അപ്പൊ അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കമ്പൗണ്ട് ഇടണം ടോസ്റ്റിഫൈയുടെ. അപ്പൊ അത് ഞാൻ ഇതിലിരുന്നു. ഓക്കെ, അത് എവിടെ ഇട്ടാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു എറർ അടിച്ച് നമ്മൾ അവിടെ നിന്ന് ടോസ്റ്റിഫൈ കോൾ ചെയ്യും. ഇവിടെ വരുന്നു ടോസ്റ്റ് ഡോട്ട് എറർ. അപ്പൊ അത് ഡോക്യുമെന്റേഷനിലുണ്ട്. എറർ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താണ് മെസ്സേജ് വേണ്ടത് അത് കൊടുക്കുക. ഇമെയിൽ ഓർ പാസ്വേഡ് സെറ്റ് ചെയ്തു. ഒന്നുകൂടെ റൺ ചെയ്യാം. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാനിവിടെ ചുമ്മാ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു, ജോയിൻ കൊടുത്താൽ കണ്ടോ നോട്ടിഫിക്കേഷൻ വരും, ഇമെയിൽ ഓർ പാസ്വേഡ് ഇൻകറക്റ്റ്. കാര്യം എന്താ, നമ്മൾ അവിടെ നിന്ന് റിക്വസ്റ്റ് അയക്കുന്നു. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് എറർ അടിക്കും. എറർ അടിക്കുമ്പം ക്യാച്ചിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ റെസ്പോൺസ് അതാണ്. നമ്മൾ അവിടുന്ന് എന്താ റെസ്പോൺസ് അയക്കുമ്പോൾ എന്താ ബാഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 400 ആണ് അയക്കുന്നത്. ഇപ്പൊ 400 പോലത്തെ ഈ എറർ മെസ്സേജ് ഒക്കെയാണ് സാറ്റിസ് കോഡ് വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി എറർ ആയിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ക്യാച്ചിലേക്കേ പോകുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് വന്നു. സെക്കൻഡ്, ഇനി ഇതിന് ശേഷം നമുക്ക് എന്താ വേണ്ടേ, ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ടോക്കൺ. ഓക്കെ, അപ്പം ഈ ടോക്കൺ എടുത്തിട്ട് നമ്മൾ ബ്രൗസറിൽ സേവ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മുടെ ബ്രൗസറിനകത്ത് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലോക്കൽ സ്റ്റോറേജ്, അതായത് ബ്രൗസറിന്റെ ലോക്കൽ സ്റ്റോറേജ് ആണ്. ഓക്കെ, അപ്പൊ ഈ ലോക്കൽ സ്റ്റോറേജിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഐറ്റം സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് റീഡ് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ലോക്കൽ സ്റ്റോറേജിലേക്ക് നമുക്ക് എന്തെങ്കിലും സാധനം ആഡ് ചെയ്യണമെങ്കിൽ ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് സെറ്റ് ഐറ്റം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, ലോക്കൽ സ്റ്റോറേജിലേക്ക് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്താൽ നമ്മുടെ എൻ്റെ ആപ്ലിക്കേഷനിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അല്ല ഒന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട. ഇപ്പോൾ ലോക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ അല്ല, നമുക്ക് വെറുതെ യൂസ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ എവിടെ വെച്ച് വേണം, ഏതെങ്കിലും ഒരു ഫയൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഈ ഫയൽ തന്നെ വിളിക്കണം എന്നില്ല, ഏത് ഫയൽ വേണമെങ്കിലും പോയിട്ട് വിളിക്കാം. അപ്പം സെറ്റ് ഐറ്റം കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ളൊരു കീ കൊടുക്കാം. ഞാനിവിടെ ആപ്പിൾ എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ എന്തെങ്കിലും ആഡ് ചെയ്താൽ ആപ്പിൾ എന്ന് പറയുന്ന ഒരു കീയിൽ നമ്മൾ ലോക്കൽ സ്റ്റോറിലേക്ക് ഡേറ്റ സെറ്റ് ചെയ്യുന്നത് കീ വാല്യൂ പേരായിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആപ്പിൾ എന്ന് കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന ഒരു കീയിൽ ഈ ഡേറ്റ സെറ്റ് ആവും, സേവ് ആവും ലോക്കൽ സ്റ്റോറേജിൽ. അതുപോലെ അടുത്താണ് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം. ഗെറ്റ് ഐറ്റം ആണ് വിളിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ലോക്കൽ സ്റ്റോറേജിൽ നിന്ന് ആപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ സേവ് ചെയ്തേക്കുന്നത് അത് നമുക്ക് കിട്ടും. ഇനി റിമൂവ് ചെയ്യണമെങ്കിൽ ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് റിമൂവ് ഐറ്റം ഉണ്ട്. ഇത് 3ആണ് ലോക്കൽ സ്റ്റോറേജിനകത്തുള്ള ഫംഗ്ഷൻസ്. ഓക്കെ, നമുക്ക് റിമൂവ് ചെയ്യാം, ഗെറ്റ് ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അവിടെ നിന്ന് റിക്വസ്റ്റ് വന്നു. ഓക്കെ, നമ്മുടെ റെസ്പോൺസ് നമ്മൾ കൺസോൾ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പം അവിടുന്ന് വരുന്ന ആ ഒരു മെസ്സേജ് എറർ മെസ്സേജ് അല്ലെങ്കിൽ റെസ്പോൺസ് എറർ റെസ്പോൺസ് അല്ല എങ്കിൽ അടുത്ത ലൈൻ വർക്ക് ആവും, റെസ്പോൺസ് കൺസോൾ ആവും. ഓക്കെ അല്ലോ. ഇൻ കേസ് എറർ ആണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ എറർ ത്രോ ചെയ്യും, ഈ ലൈനിലേക്ക് പോവില്ല, ഈ ലൈനിൽ വർക്ക് ആവും, അല്ല ഈ ലൈൻ വർക്ക് ആവും. അത് മനസ്സിലായത്? അത് നമ്മൾ അവിടുന്ന് സ്റ്റാറ്റസ് കോഡ് എററിന്റെ സ്റ്റാറ്റസ് കോഡ് അയക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ വരുന്നു Vishnu@123. ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്യുന്നു. എനിക്ക് റെസ്പോൺസ് കിട്ടി. റെസ്പോൺസിനകത്ത് ഡേറ്റയ്ക്കകത്ത് എന്തുണ്ട്, ടോക്കൺ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോക്കൺ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഞാൻ ഇവിടെ വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് എന്താ ചെയ്യാ, സെറ്റ് ഐറ്റം ഓഫ് ടോക്കൺ എന്ന് പറഞ്ഞൊരു കീയിൽ ഞാൻ റെസ്പോൺസ് ഡോട്ട് ഡേറ്റ ഡോട്ട് ടോക്കണിനെ സേവ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് ലോഗിൻ സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ ഈ ലൈനും വർക്ക് ആവുള്ളൂ. അപ്പൊ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാളെ, നമുക്ക് യൂസ് നാവിഗേറ്റ് ഉപയോഗിച്ചിട്ട്
അയാളെ റീഡയറക്ട് ചെയ്ത് ഹോം പേജിലേക്ക് വിടാം. റിയാക്ട് റൗട്ട് ഡോം യൂസ് നാവിഗേറ്റ് ഈക്വൽ ടു യൂസ് നാവിഗേറ്റിനെ കോൾ ചെയ്ത് വെക്കാം. നമ്മൾ റീഡയറക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നു. എന്നിട്ട് നാവിഗേറ്റ് എങ്ങോട്ടാ വേണ്ടേ? ഹോമിലേക്ക്. ഇത്ര സെറ്റപ്പ് ചെയ്തു. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഹോം പേജിലേക്ക് വന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ലോഗിൻ ചെയ്താലും ഇല്ലെങ്കിൽ ഒക്കെ ഹോം പേജിലേക്ക് കയറാം. നമ്മുടെ ആവശ്യത്രേ ഉള്ളൂ ലോഗിൻ ഇപ്പോൾ ഒരു യൂസർ വന്നിട്ട് ലോഗിൻ ചെയ്യാതെ ഹോം പേജിലേക്ക് കയറാൻ വേണ്ടി ഇവിടെ വന്നിട്ട് URL ടൈപ്പ് ചെയ്തിട്ട് കയറാൻ ശ്രമിച്ചാൽ കയറാൻ പറ്റരുത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു. അതായത് ഒരാൾ ലോഗിൻ ചെയ്യുന്നു, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാളുടെ ടോക്കൺ എടുത്ത് നമ്മൾ ബ്രൗസറിൽ സ്റ്റോർ ചെയ്യും. അത് നമ്മൾ സെറ്റപ്പ് ചെയ്തു. അതുപോലെ തന്നെ റീഡയറക്ട് ചെയ്ത് ഹോം പേജിലേക്ക് വിട്ടു. ഓക്കെ, പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യാം? ഇപ്പം ആ ഒരു ബ്രൗസറിനകത്ത് ടോക്കൺ ഇല്ലെങ്കിൽ പോലും അയാൾക്ക് കയറാൻ പറ്റും ഹോം പേജിലേക്ക്. നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഓരോ റൗട്ടിലേക്ക് പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചെക്ക് ചെയ്യുന്നില്ല ടോക്കൺ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വെച്ചാൽ നമ്മൾ യൂട്ടിൽസിനകത്ത് കൊണ്ട് ഒരു ഫംഗ്ഷൻ എഴുതാണ് ചെക്ക് ടോക്കൺ. ഓക്കെ, ആയിട്ട് ന്യൂ ഫയൽ ചെക്ക് ടോക്കൺ. ഓക്കെ, നമുക്ക് എഴുതാം. ഫയൽ എഴുതുമ്പോൾ എഴുതാം. ഓക്കെ, കോസ്റ്റ് ചെക്ക് ടോക്കൺ എന്ത് പറ്റണം? അത് ബാക്ക് എൻഡിൽ ചെക്ക് ചെയ്യാൻ. ഇത് ഫ്രണ്ട് എൻഡിൽ ടോക്കൺ നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ എങ്ങനെ ടോക്കൺ വരുള്ളൂ? നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ മാത്രം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു സാധനം ലോക്കൽ സ്റ്റോറിൽ ടോക്കൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് ഒരു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ലോക്കൽ സ്റ്റോറേജ് ഇവിടെ റിട്ടേൺ കൊടുക്കുന്നു. ഡോട്ട് ഗെറ്റ് ഐറ്റം ഓഫ് ടോക്കൺ. ഓക്കെ, ലോക്കൽ സ്റ്റോറിൽ ടോക്കൺ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും വരിക. ലോക്കൽ സ്റ്റോറിൽ ടോക്കൺ എന്ന് പറയുന്ന ഒരു കീയിൽ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡാറ്റ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും കിട്ടുക. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. ഇതിനെ എക്സ്പോർട്ട് കോൺസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാനിപ്പോൾ എഴുതി വെച്ചു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആക്സസിലേക്ക് വരാം. നമ്മൾ പുതിയൊരു കമ്പൗണ്ട് എഴുതാൻ പോവാം. നമ്മുടെ ആവശ്യത്രേ ഉള്ളൂ ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ ഹോം പേജിലേക്ക് പോവുള്ളൂ. ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും റൗട്ട്, ഏതൊക്കെ റൗട്ട് ഉണ്ടോ ആ റൗട്ടിലേക്കൊക്കെ പോവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു കമ്പൗണ്ട് എഴുതാണ്. കമ്പോണൻസ് ഒരു കമ്പൗണ്ട് എഴുതാണ്. കമ്പൗണ്ടിന്റെ പേര് പ്രൈവറ്റ് റൗട്ട്. CSS ഒന്നുമില്ല, index.jsx മാത്രം. പ്രൈവറ്റ് റൗട്ട് എന്ന് പറഞ്ഞ കമ്പൗണ്ട് ഞാൻ എഴുതി. അപ്പൊ ഞാനിത് എഴുതിയിട്ട് ഞാൻ പറയാം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, ഇവിടെ ഉണ്ട് ഞാൻ ഇമ്പോർട്ട് ഔട്ട്ലെറ്റ് നാവിഗേറ്റ്. അപ്പൊ നേരത്തെ വരെ ശരിക്കും നമ്മൾ ചെയ്തോണ്ടിരുന്ന വെച്ചാൽ നമ്മൾ ഈ app.jsx വന്നിട്ട് നമ്മൾ ലോജിക് എഴുതും. ഇഫ് ടോക്കൺ ഉണ്ടെങ്കിൽ ഇവിടേക്ക് പോവുക, എൽസ് ലോഗിനിലേക്ക് പോവുക. ഇങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ ഹോം എന്ന് കൊടുത്തില്ലേ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫംഗ്ഷൻ എഴുതും. ഇങ്ങനെ എന്ത് ചെയ്യും? ഇപ്പം യൂസർ ഈ ഒരു സ്ലാഷ് എന്ന് പറഞ്ഞ പാത്തിലേക്ക് പോയാൽ ആ ഫംഗ്ഷനകത്ത് നമ്മൾ എഴുതും. ഇഫ് ടോക്കൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പേജിലേക്ക്, ഹോമിലേക്ക്, റിട്ടേൺ ഹോം, എൽസ് എന്താ നാവിഗേറ്റ് ടു ലോഗിൻ പേജ്. ഇങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവർ ഇപ്പോൾ റിയാക്ട് ഇറക്കിയ അപ്ഡേറ്റ് ആണ്, നിങ്ങൾ അങ്ങനെ എഴുതണ്ട, അതിന് പകരം ഞങ്ങൾ ഒരു കമ്പൗണ്ട് തരാം, ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ കമ്പൗണ്ട്, എന്നിട്ട് ഈ രീതി എഴുതുക. അപ്പൊ അത് കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. ഓക്കെ, അപ്പൊ ആ രീതി ഞാൻ പറഞ്ഞിട്ട് അതെങ്ങനെ വർക്ക് ആവുമെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഇത് പുതിയ രീതിയാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഒരു വെച്ചാൽ പ്രൈവറ്റ് റൗട്ട് എന്ന് പറഞ്ഞ കമ്പൗണ്ട് ഉണ്ടാക്കി. ഓക്കെ, ഇവിടേക്ക് ഞാൻ ഇമ്പോർട്ട് നമ്മുടെ ചെക്ക് ടോക്കൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇത് കോൺസ്റ്റ് കമ്പൗണ്ടിന്റെ പേര് പ്രൈവറ്റ് റൗട്ട്.
എന്നിട്ട് റിട്ടേൺ ചെക്ക് ടോക്കൺ ഇവിടെ കോൾ ചെയ്യുന്നു. ഓക്കെ, ഉണ്ടെങ്കിൽ ഔട്ട്ലെറ്റ് നാവിഗേറ്റ്. ഞാൻ പറയാത് ഫുൾ എഴുതിയാലും നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളതാണ്. ഓക്കെ, 2 സ്ലാഷ് ഓക്കെ. ഞാൻ പ്രൈവറ്റ് റൗട്ട് എന്ന് പറഞ്ഞ കമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ കണക്ട് ചെയ്യാം എന്നിട്ട് പറയാം. നമ്മൾ ഹോം പേജ് വരുന്നുണ്ട്. ഞാൻ ഈ ഹോം പേജിനകത്ത് ഒരു ലോഗൗട്ട് ബട്ടൺ വെക്കാൻ പോവാം. ഓക്കെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ലോഗൗട്ട് ചെയ്യുമ്പോൾ കയറാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നോക്കാം. എന്നിട്ട് ഞാൻ പറയാം. അപ്പം ലോഗൗട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ സ്റ്റോറേജ് എന്ത് ചെയ്യുക, ടോക്കൺ റിമൂവ് ചെയ്ത് കളയുക, അതുപോലെ തന്നെ റീഡാർട്ട് ചെയ്ത് ഹോം പേജിലേക്ക് വിടുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് റിമൂവ് ഐറ്റം ഓഫ് എന്താ കൊടുക്കുക, ടോക്കൺ. അതുപോലെ നമ്മൾ അയാളെ റീഡാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ട് യൂസ് നാവിഗേറ്റ് navigate equal to use navigate. Okay, and navigate to slash okay okay ലോഗൗട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സ്ലാഷ് ആ പേജിലേക്ക് കയറാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. സ്ലാഷ് ആണ് നമ്മുടെ URL, കയറാൻ പറ്റുന്നില്ല. കണ്ടോ, നമ്മൾ കയറാൻ ശ്രമിച്ചാൽ നമ്മൾ റിഡാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരും, നമ്മൾ ലോഗിൻ പേജിലേക്ക് വരും. ഇനി അതുകൊണ്ട് കയറാം. ഇനി കയറാൻ പറ്റും ഹോം പേജിലേക്ക്. പക്ഷെ നമ്മൾ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ ചുമ്മാ ലോഗിൻ പേജിലേക്ക് പോന്നു, തിരിച്ചു വന്നു. ഹോം പേജിലേക്ക് കയറാൻ പറ്റുമോ? പറ്റും. ഞാൻ ലോഗൗട്ട് ചെയ്തിട്ടില്ല. ലോഗൗട്ട് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഹോം പേജിലേക്ക് കയറാൻ പറ്റില്ല. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്തു, ടോക്കൺ നമ്മൾ എന്ത് ചെയ്തു, ലോക്കൽ സ്റ്റോറേജിലേക്ക് സെറ്റ് ചെയ്തു. ഇത്ര ഒക്കെ ആണല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രൈവറ്റ് റൗട്ട് എന്ന് പറയുന്ന കമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഫോർമാറ്റ് നോക്കിയേ, ഇങ്ങനെ എഴുതി. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എത്ര റൗട്ട് വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ഇവിടെ വേണ്ടി ഞാൻ എബോട്ട് പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. എബോട്ട് ബാക്കിയെല്ലാം സെയിം ആയിട്ട് എടുക്കട്ടെ, മാത്രം. നമുക്കൊരു എബോട്ട് പേജ് ഉണ്ട്, അവിടെയും കയറാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ലോഗിൻ ചെയ്തൊന്നുകൂടെ നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്തു, പ്രൈവറ്റ് റൗട്ട് എന്ന് പറഞ്ഞ കമ്പൗണ്ട് എഴുതി. ഓക്കെ, ഇങ്ങനെ എഴുതി നമ്മളിവിടെ പാത്ത് കൊടുത്തു സ്ലാഷ്. ഓക്കെ, എന്നിട്ട് അതിനകത്താണ് നമ്മൾ ഈ രണ്ട് പാത്തുകൾ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം റൗട്ട് തന്നെയാണ്. ഇപ്പൊ റൗട്ട് നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇനി സ്ലാഷ് മാച്ച് ആവുന്ന ഏത് പാത്ത് വന്നാലും സ്ലാഷ്, വെറും സ്ലാഷ് എബോട്ട്, സ്ലാഷ് ആപ്പിൾ, സ്ലാഷ് ഓറഞ്ച്, അത് തുടക്ക സ്ലാഷ് ഉണ്ടല്ലോ,
തുടക്കം സ്ലാഷ് ഉള്ള ഏത് പേജ് വന്നാലും വർക്കാവുന്നത് ഇതല്ല. ഇപ്പൊ നമ്മളറിയാം, നമ്മൾ നേരത്തെ ഇപ്പൊ വെറുതെ ഇതൊന്നും ഇല്ലാതെ എഴുതുവാണെങ്കിൽ, ഞാനിപ്പോ സ്ലാഷ് എന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് അയക്കുന്നെങ്കിൽ ഏതാണ് മാച്ച് ആവുക? ഇത് മാച്ച് ആവും, ഹോം ആണ് റിട്ടേൺ ആവുക അല്ലേ? ഹോം പേജ് ആണ് വരിക. അതുപോലെ സ്ലാഷ് എബോട്ട് ആണെങ്കിൽ ഇത് മാച്ച് ആവും, എബോട്ട് ആണ് വരിക. ഓക്കെ, നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തുടക്കം ഒരു സ്ലാഷ് ഉള്ളതുകൊണ്ട് തന്നെ ഓക്കെ, ഈ സ്ലാഷ് വരുന്ന ഏത് പേജ് വന്നാലും, സ്ലാഷ് എന്തും ആയിക്കോട്ടെ, അതായത് ഏത് ഇത്ര ഉള്ളൂ ഏത് പേജ് വന്നാലും, ലോഗിൻ ഒഴിച്ച് ബാക്കി ഏത് പേജ് വന്നാലും ഇനി പ്രൈവറ്റ് റൗട്ടാണ് വർക്ക് ആവുക, ഹോം ഇമ്പോർട്ടും അല്ല. ഇനി പ്രൈവറ്റ് റൗട്ട് എങ്ങനെയാണ് വർക്ക് ആവുന്നത് വെച്ചാൽ, മാച്ച് ആവുന്നത് പ്രൈവറ്റ് റൗട്ട് ആയിരിക്കും. ഇത് വർക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രൈവറ്റ് റൗട്ടിനകത്ത് നമ്മൾ ഒരു കമ്പൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് എൻ്റെ പേര്? ഔട്ട്ലെറ്റ്. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ആവുന്നത് വെച്ചാൽ, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് പ്രൈവറ്റ് റൗട്ട് റിട്ടേൺ ചെയ്യുക. എന്ത് റിട്ടേൺ ചെയ്യുക? ചെക്ക് ടോക്കൺ ട്രൂ ആണെങ്കിൽ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ലോഗിൻ ചെയ്തു, അപ്പൊ ചെക്ക് ടോക്കൺ ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. കാര്യം എന്താ? ടോക്കൺ ഉണ്ടെങ്കിൽ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക. ട്രൂ ആണെങ്കിൽ ഇവിടുന്ന് റിട്ടേൺ ആവുന്നത് ഔട്ട്ലെറ്റ് കമ്പൗണ്ട് ആയിരിക്കും. അപ്പൊ ഈ ഔട്ട്ലെറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ വരാൻ പോകുന്നത് ശരിക്കും ആ പാത്രമുള്ള കമ്പൗണ്ട് ഏതാണോ അത് വരും. ഓക്കെ, അത് വരാൻ വേണ്ടിയാണ് ഔട്ട്ലെറ്റ്, അതായത് ഒരു പ്ലേസ് ഹോൾഡർ പോലെ. ഓക്കെ, ഇത് റിയാക്ട് മാനേജ് ചെയ്തോളൂ. നമ്മൾ ഈ ഒരു ഔട്ട്ലെറ്റ് കമ്പൗണ്ട് എന്ന് പറഞ്ഞ കമ്പൗണ്ട്, ഇത് അവർ തന്നെ ബിൽഡ് ചെയ്യുന്ന കമ്പൗണ്ടാണ്, അത് എടുത്തിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ലാഷ് എബോട്ടിലേക്കാണ് റിക്വസ്റ്റ് വരുന്നത് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് മാച്ച് ആവും. എന്നിട്ട് ആദ്യം ലോഡ് ആവുക പ്രൈവറ്റ് റൗട്ട് ആയിരിക്കും. പ്രൈവറ്റ് റൗട്ട് ലോഡ് ആവും. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കുന്നുണ്ട് പ്രൈവറ്റ് റൗട്ട് ലോഡ് ആവുന്ന സമയത്ത് ചെക്ക് ടോക്കൺ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യും? ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റ് മീൻസ് ആക്ച്വലി അതിനകത്തുള്ള എലമെന്റ്. അപ്പൊ എബോട്ട് പേജ് വരും. പറഞ്ഞ മനസ്സിലായോ? അതായത് ഔട്ട്ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം ഇത്രേ ഉള്ളൂ, സ്ലാഷ് എബോട്ട് പേജിന് വേണ്ടിയാണ് റിക്വസ്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത് തന്നെ മാച്ച് ആവുന്നത് ഈ സ്ലാഷ് ആയിരിക്കും. എന്നിട്ട് പ്രൈവറ്റ് റൗട്ട് ആയിരിക്കും പോവുക. ഇതൊക്കെയാണോ? എബോട്ട് അല്ല പോവുക, പകരം എന്ത് ചെയ്യും? സ്ലാഷ് എബോട്ടിലേക്കാണ് റിക്വസ്റ്റ് വന്നത്, പക്ഷെ ഇതാണ് മാച്ച് ആവുക. ഇങ്ങനെ അകത്താണ് എഴുതിയേക്കുന്നത് നമ്മൾ എബോട്ടൊക്കെ. അപ്പൊ ഇതാണ് മാച്ച് ആവുക, പേരന്റ് ആണ് മാച്ച് ആവുക. അപ്പൊ എന്ത് ചെയ്യും? പ്രൈവറ്റ് റൗട്ട് ആണ് ലോഡ് ആവുക. ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ പ്രൈവറ്റ് റൗട്ട് ലോഡ് ആവുന്നു. ഈ പ്രൈവറ്റ് റൗട്ടിനകത്ത് നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന കമ്പൗണ്ട് കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ഔട്ട്ലെറ്റ് ശരിക്കും ഒരു പ്ലേസ് ഹോൾഡർ പോലെയാണ് വർക്ക് ചെയ്യുക. ഈ ഔട്ട്ലെറ്റിൽ വരാൻ പോകുന്നത് ആക്ച്വൽ കമ്പൗണ്ട് ആയിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി വന്നോളും, നമ്മളൊന്നും ചെയ്യേണ്ട, റിയാക്ട് ഇട്ടോളും. ഈ ഒരു സെറ്റപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതുന്ന ലോജിക് നോക്കിയേ, ചെക്ക് ടോക്കൺ ട്രൂ ആണെങ്കിൽ നമ്മൾ ഔട്ട്ലെറ്റ് റിട്ടേൺ ചെയ്യും. അതായത് ഔട്ട്ലെറ്റിന്റെ സ്ഥാനം എന്താ വരിക? എബോട്ട് ആണെങ്കിൽ എബോട്ട്, ഹോം ആണെങ്കിൽ ഹോം. അപ്പൊ എന്ത് ചെയ്യും? ഹോം പേജ് വരും, അല്ലെങ്കിൽ എബോട്ട് പേജ് വരും. ഓക്കെ, ഇനി അല്ല ചെക്ക് ടോക്കൺ ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നാവിഗേറ്റ് എന്ന് പറഞ്ഞ വേറൊരു കമ്പൗണ്ട്, യൂസ് നാവിഗേറ്റ് അല്ല, നാവിഗേറ്റ് എന്ന് പറഞ്ഞ കമ്പൗണ്ട് എഴുതിയിട്ടുണ്ട്. ഈ കമ്പൗണ്ട് പ്രത്യേകം വെച്ചാൽ, ഈ കമ്പൗണ്ടിൽ ലോഡ് ആവുകയാണെങ്കിൽ നമ്മൾ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് പേജ് നടത്തുന്ന ആ പേജ് ആയിരിക്കും ലോഡ് ആവുക. ഓക്കെ, അപ്പം എന്താ? ചെക്ക് ടോക്കൺ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നാവിഗേറ്റ് ടു ലോഗിൻ, അതായത് ലോഗിൻ പേജ് ലോഡ് ആവും. മനസ്സിലായോ? ഇപ്പൊ നാവിഗേറ്റ് ടു ലോഗിൻ എന്ന് കൊടുത്താൽ ലോഗിൻ പേജിലേക്ക് പോകും, നാവിഗേറ്റ് ടു ഹോം എന്ന് കൊടുത്താൽ ഹോം പേജിലേക്ക് പോകും. അപ്പൊ ഇവിടെ നാവിഗേറ്റ് എന്ന് കൊടുത്തിട്ട് 2 കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പേജ് കൊടുത്താൽ ആ പേജ് ആയിരിക്കും ലോഡ് ആവുക. മനസ്സിലായി? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? യൂസർ ലോഗിൻ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതാത് പേജുകൾ വരുള്ളൂ. ലോഗിൻ അല്ലെങ്കിൽ ചെക്ക് ടോക്കൺ ഫോൾസ് ആയിരിക്കും. അപ്പൊ തന്നെ എന്ത് ചെയ്യും? ലോഗിൻ പേജിലേക്ക് പോകുള്ളൂ. ഇപ്പൊ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഹോം പേജ് കിട്ടി, അതുപോലെ സ്ലാഷ് എബോട്ട് പേജും കിട്ടി. ഓക്കെ, നമുക്ക് തിരിച്ചു വന്നിട്ട് ലോഗൗട്ട് ചെയ്യാം. ഞാൻ ലോഗൗട്ട് ചെയ്തു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് സ്ലാഷ് എബോട്ട് പേജ് അടിക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? എബോട്ട് എന്താ സംഭവിക്കുക? എബോട്ട് പേജ് ഞാൻ അടിച്ചു. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ പ്രൈവറ്റിലോട്ട് ലോഡ് ആവും. അതുപോലെ ഇവിടെ വരും ചെക്ക് ടോക്കൺ എന്താ? ഫോൾസ്. ഫോൾസ് ആകുമ്പോൾ എന്ത് പറ്റും? നാവിഗേറ്റ് ലോഗ്. അതാണ് സംഭവിക്കുക. മനസ്സിലായത്? മനസ്സിലായത്? ട്രൈ നോക്കിയേ.
ഹലോ, പറ. നീ ഏതാ? നീ ഇങ്ങോട്ടാ കൊടുത്തു വരുമ്പോട്ടാ. നീ എന്റെ ഡൗട്ട് എന്താ? എന്താണുള്ളത്? സൈനപ്പായോ? ലോഗിനായോ? ലോഗിനായോ? എന്താ തന്നെ ഇതെന്താ? ആണോ? ഒന്നും ചെയ്യണ്ട. നിനക്കൊന്നും ചെയ്യണ്ട. നീ കൊടുത്ത് വിൽക്കുന്നു. എന്നിട്ട് പോരെന്ന് പറഞ്ഞാലോ എപ്പോഴും? ആണല്ലേ? പുള്ളി പറയും ഓടിക്കാൻ പറയുന്നത്. എടാ, പ്രൊജക്ട് നീട്ടി വെള്ളിയാഴ്ചത്തേക്ക് അയക്കുന്ന വെള്ളിയാഴ്ചത്തേക്ക് അയക്കുന്നതാണ്. നീ വന്നെങ്ങനെ വെള്ളിയാഴ്ച? ഓൺലൈൻ പ്രസന്റേഷൻ ഒന്നും ഇല്ല. നീറ്റൊക്കെ വന്നിട്ടുണ്ട്. നീറ്റൊക്കെ വന്നിട്ടുണ്ട്. ഓൺലൈൻ പ്രസന്റേഷൻ ഒന്നും ഇല്ല. ചൊവ്വാഴ്ച അല്ല വെള്ളിയാഴ്ച. നീ ഒരു ചൊവ്വാഴ്ച വരുമോ? ഇത് മാസം അത്ര ഉള്ളൂ. ഡൗട്ട് ഞാൻ പറയാം. എന്ത് മെസ്സേജ്? നീ മറ്റേ മെസ്സേജ് ഞാൻ പറഞ്ഞേക്കാം. വിളിക്കില്ല കുറച്ച് പറയാം. ടീസാണ് നിന്റെ എന്താ പറ്റി? നിന്റെ എന്താ?
എന്താ അറിയാം സംഭവമൊന്നുമില്ല. ഓരോ മാസം റബ്ബർ വെട്ട സമയമാകുമ്പോൾ മെസ്സേജ് വരും. ഇത് കഷ്ടപ്പെടുന്നല്ല എത്ര പൈസ നമ്മൾ ഈ ലൈറ്റ് കാണാൻ മറ്റേ ലൈറ്റിന് കൊടുക്കില്ല. ഒരേ എന്റെ ടീം ഉണ്ടല്ലോ അത് ലോഗിൻ ചെയ്ത് എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് നിന്റെ പോലെ ചെയ്യുന്നത് ഈ ലോകം സോഷ്യൽ മീഡിയ
ഇത് ഈ സാധനം മതി. ഇതിന്റെ ഇതിന് ഇത് തന്നത് ഇത് ഈ സാധനം ഇത് ഏതായാലും ഇത് നമ്മൾ അല്ല ഇതില് ഈ സാധനം ഈ സാധനം ഈ മോണോപ്പൊളി ഓ ഈ പേര് മൊത്തം കളയണം. ആ പേര് ദിവസം ഓപ്പൺ ചെയ്തു. ശരി പോട്ടാ അതെന്റെ നിന്റെ ടൈപ്പ് ചെയ്ത് ഇന്ന് രാവിലെ തുടങ്ങി ഇന്നലെ ചെയ്ത സൈനിങ് ഇല്ലേ അവിടെയും ചെയ്തില്ല ഇവിടെയും ചെയ്തില്ല. സീനാണ് പറയട്ടെ സൈൻ ചെയ്യും ചെയ്യണം. അതാണ് ഇതില് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാധനം റിസൾട്ട് ഇവിടെ വരണം. ഉദ്ദേശിച്ച ആദ്യം പേജ് ചെക്ക് ചെയ്യുന്നതിന് മാത്രം സാധാരണ വലിയ കോണ്ടാക്ട് ചെയ്തില്ല. സൈൻ ചെയ്താൽ മാത്രം ഇന്ത്യക്ക് പോകാൻ ഡയറക്ടറെ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ചെയ്ത് സൈൻ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്ന യൂസ് ചെയ്യാൻ വേണ്ടി ഈ പേജിൽ അടുത്ത പേജ് പറഞ്ഞു
അതെ 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 ഇവിടെ സ്ഥലമില്ല അപ്പൊ നോക്കുന്നില്ല. അബ്രോഡ് നോക്കുന്നുണ്ട്. ഇന്നലെ ചെന്നൈ വിളിച്ചിരുന്നു. ഇയാളല്ലേ എന്റെ നാട്ടിലെ വിളിച്ചു. എന്റെ പേടിച്ചു അതിന്റെ ഈ ഫോട്ടോയിൽ കിടന്ന ജില്ലയില് അതൊക്കെമ്പോ ജോലിയല്ലോ അല്ലാതെ ഞാൻ ഇതില് എന്റെ ക്ലിക്ക് വരുന്നു. മറ്റേതാണെങ്കിലേ മോനിക്ക് ആർക്കും
അല്ലേ ഹോം ഹോം പേജ് അല്ലേ പൊക്കത്ത് ഫാഷൻ മറ്റേ വെബ്സൈറ്റ് ഇല്ലേ ക്രോമുണ്ട് അത് വണ്ടി കൊടുക്കാം ഇപ്പൊ മൊബൈൽ
എലമെന്റ് പിടിക്കുക ഈ കേൾവി ഈ റോഡ് ഇനി ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിന് പാത്ത് ക്ലോസ് ചെയ്ത് വെച്ചു ബ്രൗസർ ക്ലോസ് ചെയ്ത് സസ്പെൻഡ് പറ്റിയിരിക്കുന്ന ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതാണ് വെച്ചത്. കണ്ടിട്ടുണ്ട് ഒക്കെ താല്പര്യം ക്ലോസ് ചെയ്ത് ഇപ്പൊ കൂടുതലാണ്
മറ്റേ അതല്ല ഇത് കമ്പനിയുടെ പേര് കമ്പനിയുടെ പേര് ആ കമ്പനിക്ക് എടുക്കുക വണ്ടി പൈസ ഞാൻ പറഞ്ഞത് കാരെന്തോ വിൽക്കണം ഇതിന്റെ വണ്ടിക്ക് എന്തോ വല്ല പൊല്യൂഷൻ പൊല്യൂഷൻ സാധനം അല്ല പിന്നെ വേറെ എന്താ എന്തോ പറഞ്ഞ് എല്ലാ വണ്ടി പറ്റി എന്തെങ്കിലും ലിമിറ്റില്ലാതെ അതാ എന്തെങ്കിലും പറ്റിയ പക്ഷെ ഞാൻ പറ്റി വന്നിട്ടില്ല വണ്ടി എല്ലാവരും നമ്മളൊക്കെ പോയാൽ ക്യാമറ വീട്ടിലേക്ക് എന്നിട്ട് കയറി ഹോൾസെയിൽ വണ്ടി എന്തറിയോ സബ്സിഡി കയറും പരിവാഹനം കയറും പറയാൻ പറ്റുമോ പരിവാഹന സബ്സിഡി കയറും ഒരു വണ്ടിയാണ് നമ്മൾ അപ്പൊ ഇങ്ങനെ പോലീസ് ചെയ്തില്ലേ പോലീസ് അപ്പൊ ചേച്ചി ചേച്ചി
കമ്പനിക്ക് വേണ്ടി പറയാൻ പറ്റും. അല്ല അത് വീഡിയോ കാണാൻ പറ്റില്ല. എല്ലാ കമ്പനി പണ്ടത്തെ പറ്റി അറിയാം. അതിന് മുമ്പത്തെ പറ്റി അറിയാം. ചെയ്തത് എന്തിന്റെ പറ്റിയെന്ന് ഞാനിവിടെ എത്ര വണ്ടി വാർക്കേണ്ടി ഇവിടെ നോക്ക് ഇവിടുത്തെ എനിക്ക് ഇവിടുത്തെ ഇപ്പൊ അത് കാണി ചേച്ചി 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 പേയ്മെന്റ് വണ്ടി മൊത്തം 25 അവിടുത്തെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ബാക്കി അതേ പറഞ്ഞു അറിയാൻ പറ്റൂടെ അത് നീ എടുത്തിപ്പോ പറയാൻ പറ്റുള്ളൂ അത് വണ്ടി വേണ്ട നമ്പരൊന്നും ഇല്ല വണ്ടിന്റെ വണ്ടി നമ്പർ നേരത്തെ രീതി ഇല്ല അപ്പൊ ഇല്ല നിന്റെ വേറെ വർക്ക് ചെയ്തായിരിക്കും ഇപ്പൊ വർക്ക് ചെയ്തു
നമ്മൾ പോവാറുണ്ടല്ലേ ഇല്ലടാ ഇല്ലല്ലോ അപ്പൊ എനിക്ക് വേഗം കിട്ടിയത് ചേച്ചി അടച്ചില്ല ഓൺലൈനിലാണ് അടിച്ചത് പല ദിവസം കൊണ്ട് കഴിഞ്ഞാൽ എത്ര ദിവസം അടച്ചെന്ന് പറഞ്ഞു എത്ര ദിവസം ഉണ്ട് ഇപ്പൊ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി 10 ദിവസം കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും 10 ദിവസം കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും കാണിച്ചിട്ടുണ്ടോ തെറ്റെടുക്കാൻ അമ്പലിലേക്ക് വരും വണ്ടി രജിസ്റ്റർ ആകാൻ പറഞ്ഞു അപ്പൊ മുകളിലേക്ക് വരും ഇതൊക്കെ എന്താണോ പറ്റി ഇന്നാണോ ഇന്നാണ് അത് കണ്ടത് പക്ഷെ അത് പെറ്റിയാണെങ്കിൽ മെസ്സേജ് വരും ചോദിച്ചത് നോക്കാൻ പോകാം ഞാൻ നിന്റെ ചങ്ങായി സുഹൃത്തിലെ കത്തുമ്പോഴാവുന്നില്ല എനിക്ക് വീട്ടിൽ ഫുഡില്ല ചേച്ചി ഇപ്പൊ മറ്റേ സെപ്പറേറ്റ് പേരാണ് കോമ്പോണൻസ് വേണം യൂട്ടിൽസ്
ഒരു ദിവസം ഞാൻ വണ്ടി പുറത്തേക്ക് അങ്ങനെ എന്താ ചെയ്യുന്നത്? കാരണം വളവിൽ അങ്ങനെ ചടുപ്പിടിക്കുന്നു. അതായിരിക്കും. കോൺസിസ്റ്റൻസ് ഓക്കെ. ക്ലാസ്സിലായി നിൽക്കില്ല. കിട്ടൂല. പക്ഷെ എന്ത് ചോദിച്ചാൽ play okay instance instance
ആക്സസ് ഓക്കെ മറ്റേ ആക്സസിന്റെ ആക്സസ് നെയിം അത് വെച്ച് നെയിം വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്, പക്ഷെ ഐഡി വെച്ചേ കിട്ടാത്തത്. കിട്ടിയോ? കുഴപ്പമില്ല. ഇല്ല അസിന് നീ കറിയില്ല, അസിയില്ല അസിക്കോ അസുണ്ട് അസിയ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞോ? നീ ഇപ്പൊ ചെയ്തിട്ട് വരുമോ? അടുത്ത ക്ലാസ്സിൽ ചെയ്യണം. ചൊവ്വാഴ്ച ഒക്കെ കാരണം എന്തോ ഓഫ്ലൈൻ നിങ്ങൾ വരുന്നെങ്കിൽ വാ.
നിങ്ങൾ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ ഫ്രൈഡേ. അതല്ലെങ്കിൽ പിന്നെ അതിന്റെ അടുത്ത ആഴ്ച വെക്കണം, തിങ്കളാഴ്ച. ചൊവ്വാഴ്ച.